ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരം പോത്തൻകോട് പുരോഗമിക്കുന്നു. ഫെസ്റ്റിലെത്തുന്നവർക്ക് ആകാശക്കാഴ്ചകൾ ഒരുക്കാൻ ഹെലികോപ്റ്റർ സർവീസ് നാളെ ആരംഭിക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അനുസ്മരണ ചടങ്ങും ആശ്രമത്തിൽ നടന്നു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ കുടുംബ വീട് ശാന്തിഗിരി ആശ്രമത്തിന് കൈമാറുന്ന ചടങ്ങിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിലെത്തിയിരുന്നു. ശാന്തിഗിരി ആശ്രമവുമായി അടുത്തു ബന്ധമുള്ള ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ അനുസ്മരിച്ചു. അന്നുവരെ ഉണ്ടായിരുന്ന നേതൃപാടവ സങ്കല്പത്തെ പാടെ പൊളിച്ചെഴുതിക്കൊണ്ട് തികച്ചും നിഷ്കാമിയായി, സൗമ്യനായി, സാത്വികനായി, ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരിയായി വിമർശിച്ചവരെ, പരിഹസിച്ചവരെ നിന്ദിക്കാതെ, നിരാകരിക്കാതെ അവരോട് ചെറു പുഞ്ചിരി കൊണ്ട് മറുപടി പടഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. ശാന്തിഗിരി ഫെസ്റ്റിൽ നാളെ മുതൽ ഹെലി സഫാരി ആരംഭിക്കും. ഹെലിപ്പാഡിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 15 കിലോമീറ്റർ സഞ്ചരിക്കും. 7 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയിൽ ഒരു ട്രിപ്പിൽ പരമാവധി 7 പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുക. തുമ്പി ഏവിയേഷനാണ് ഹെലികോപ്റ്റർ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നാളെ മന്ത്രി GR അനിൽ ഹെലികോപ്റ്റർ സർവീസ് ഉദ്ഘാടനം ചെയ്യും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഹെലികോപ്റ്റർ യാത്ര എന്നൊക്കെ പറയുന്നത് അങ്ങനെ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യമാണ്. ഇപ്പം ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരം പറക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പരിച്ഛേദം കാണുവാൻ സാധിക്കുകയും ആകാശത്തെ തൊട്ട് ഫെസ്റ്റിൽ നിന്നുയർന്ന് ഈ പ്രദേശം മൊത്തം ഒരു കാഴ്ചയായി കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 4200 രൂപയും ടാക്സുമാണ് ഒരു യാത്രയുടെ ചെലവ്. 24 തിരുവനന്തപുരം.